കേരളത്തെ നടുക്കി കൂട്ടബലാത്സംഗ പരാതി. കണ്ണൂർ തലശ്ശേരിയിൽ ഏപ്രിൽ 26-ന് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടെന്നാണ് പരാതിയിലുള്ളത്. ഒരു മലയാളിയും 2 ബീഹാർ സ്വദേശികളും അറസ്റ്റിലാണ്. മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത്, ബീഹാർ സ്വദേശികളായ ആസിഫ്, സാഹബൂൽ എന്നിവരാണ് അറസ്റ്റിലായത്. തലശ്ശേരി റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. ഫെലിക്സ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഏപ്രിൽ 26 എന്ന് പറയുന്നു, ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞു. ഇപ്പോൾ പരാതി പോലീസിന് കിട്ടിയിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന പരാതിയും കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് യുവതി ഉന്നയിക്കുന്നത്. അതായത് അവശയായ നിലയിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ യുവതിയെ കണ്ടെത്തുകയും പിന്നീട് ഡോക്ടർ പരിശോധിച്ച സമയത്താണ് കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന മൊഴി ഈ ഡോക്ടർക്ക് യുവതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ യുവതി പറയുന്ന മൊഴി അനുസരിച്ച് ഈ ഏപ്രിൽ 26-ന് രാത്രി ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തായാണ് ഈ സംഭവം നടന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും പുതിയ ബസ് സ്റ്റാൻഡിനും ഇടയിൽ വെച്ച് 2 തവണ ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നതാണ് പരാതി. അതിലാണ് ഇപ്പോൾ ബീഹാർ സ്വദേശികളടക്കം ഒരു മലയാളിയും 2 ബീഹാർ സ്വദേശികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത്, ബീഹാർ സ്വദേശി ആസിഫ്, മറ്റൊരു ആൾ സഹബൂൽ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് പറയുന്നതനുസരിച്ച് യുവതിയുടെ പരാതിയിൽ 5 പേരുടെ പേരുകളുണ്ട്. അതിൽ 2 പേരെ കിട്ടാനുണ്ട്. അവരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണ് കണ്ണൂരിൽ നിന്നും വരുന്നത്. തലശ്ശേരിയിൽ ഏപ്രിൽ 26-ന് ഒരു യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നു. അതിനുശേഷം ആശുപത്രിയിൽ അവശനിലയിൽ കാണപ്പെടുന്നു. ഡോക്ടർക്ക് നൽകിയ മൊഴിയിലാണ് ഈ കൂട്ടബലാത്സംഗത്തിന്റെ താൻ അനുഭവിച്ച ക്രൂരതകളെല്ലാം ആ മൊഴിയിലാണ് പറയുന്നത്. 3 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 2 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.